ഇപ്പോൾ ഒരു ക്യാൻസർ നമ്മൾ സാധാരണ ഒരു സ്വെല്ലിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ സ്വെല്ലിംഗ് ആയിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് ഒരു സംശയമുണ്ട്, ഇത് ക്യാൻസർ ആവാം, മാമോഗ്രാഫി എടുത്ത് കാണും, കൊളോണോസ്കോപ്പി ചെയ്ത് കാണും. പക്ഷെ നമ്മൾ പറയും ഇത് പോരാ, ഒരു ബയോപ്സി എടുക്കണം. അവിടെ നിന്ന് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. കാരണം ഈ ബയോപ്സി ചെയ്താൽ ക്യാൻസർ പടരും എന്ന് തന്നെ കുറേ മെസ്സേജുകൾ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. 7 ദിവസമോ 10 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ അവരോട് വരുന്ന ചലഞ്ച്. കാരണം ആൾക്കാർക്ക് ഇത് നാളത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ളതായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമയം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്താക്കിയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഈ ബയോപ്സി സ്പെസിമെൻ വെച്ചിട്ട്? ഇപ്പോൾ സർ പറഞ്ഞ പോലെ ഒരു സ്പെസിമെൻ ലാബിൽ കിട്ടുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രോസസ്സിംഗ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ടെക്നീക്ക് അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ ആദ്യമേ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ടിഷ്യൂവിനെ വേണ്ട രീതിയിൽ നമുക്ക് സ്ലൈഡ് എന്നുള്ള ഭാവത്തിൽ കിട്ടി അത് നോക്കിയിട്ട് അതിൽ ട്യൂമർ ഉണ്ടോ, മാലിഗ്നൻസി ഉണ്ടോ, ന്യൂപ്ലാസം ആണോ, അതോ പ്രശ്നമില്ലാത്ത ലീഷൻസ് ആണോ എന്നുള്ളത് നോക്കി ഒരു റിപ്പോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സമയം പറയുന്നത്.